ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദർശ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതും ഗ്രീന് വഴി രംഗനാഥനെ മുത്തശ്ശൻ്റെ മുന്നിൽ എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് വീട് വിട്ട് ഇറങ്ങുകയാണല്ലോ. മുത്തശ്ശൻ്റെ വാക്കുകൾ ആദർശിനെ തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത്. നയനയ്ക്ക് വിഷമമാകുമെന്ന് അറിഞ്ഞിട്ട് കൂടി, ഈ ഒരു അവസ്ഥയിൽ അവളെ വേദനിപ്പിക്കരുത് എന്ന് അറിഞ്ഞിട്ട് കൂടി ആദർശ് ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. കാരണം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടേ, തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ താൻ ഇനി ഇങ്ങോട്ടേക്ക് മടങ്ങി വരൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആദർശ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദർശ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. തൽക്കാലം താൻ ഒരു മാസത്തേക്ക് ഇവിടെ താമസിക്കുകയാണെന്ന് അവിടുത്തെ മാനേജറിനോട് പറയുന്നു. അപ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം രാജിവെച്ചു. അതുമാത്രമല്ല, ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ട് ഞാൻ ഇനി തറവാടിലേക്ക് തിരിച്ചു പോകുള്ളൂ എന്ന് പറയുകയാണ്. മാനേജർ ആദർശിനോട് കൂറുള്ള വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദർശ് മുംബൈയിൽ പോയ ശേഷം നടന്ന സംഭവങ്ങളെല്ലാം വിശദമായിട്ട് മാനേജറോട് പറയുകയാണ്. വിവരങ്ങളെല്ലാം കേട്ടതിന് ശേഷം മാനേജർ പറയുന്നുണ്ട്, ഇത് ചതിയാണല്ലോ സാർ. സാറിന് അത്രയും സമയം കിടന്നുറങ്ങണമെങ്കിൽ എന്തോ ഒരു സാധനം ആ ജ്യൂസിൽ കലർത്തിയിട്ടുണ്ട് ഉള്ളത് വ്യക്തമാണ്. അല്ലാതെ ഒരിക്കലും സാർ അത്രയും സമയം കിടന്ന് ഉറങ്ങില്ലല്ലോ. ഇത്രയും അലാറവും അതുപോലെ വീട്ടിൽ നിന്ന് കോളും ഒക്കെ വന്നതിന് ശേഷവും സാറ് മയങ്ങി കിടന്നു എങ്കിൽ അത് ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് തന്നെയാണ്. മാത്രമല്ല, ഗ്രീന എന്നുള്ള പെൺകുട്ടിയുടെ പേരിൽ ഒരാൾ സാറിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുംബൈ ബ്രാഞ്ചിലുള്ള ഒരാളും അല്ല. സ്റ്റാലിൻ മാർട്ടിന് അങ്ങനെ ഒരു സ്റ്റാഫേ ഇല്ല എന്ന് അവർ തറപ്പിച്ച് പറയുമ്പോൾ അത് ചതി തന്നെയല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഗ്രീന തന്ന ആ ജ്യൂസിൽ തന്നെയാണ് അത് കലർത്തിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട്, അത് എനിക്ക് സംശയം തോന്നിയ കാര്യമാണ്. എന്തായാലും നയനയുടെ അനിയത്തി നന്ദു ഇവിടുത്തെ SI ആണല്ലോ. ഞാൻ അവളോട് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആദർശേട്ടാ, എന്തൊക്കെയായി കേൾക്കുന്നത്? MD സ്ഥാനം രാജിവെച്ചോ എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, ഞാൻ MD സ്ഥാനം രാജിവെച്ചു. ഇനി എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു പോകുകയുള്ളൂ എന്ന് പറയുകയാണ്. നിന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത്, നിങ്ങൾ കരുതുന്നുണ്ടാവും, ഇത്രയും വലിയൊരു ഡീലിന് പോയ ആദർശേട്ടൻ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാതെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയല്ലോ എന്ന്. അത്രയ്ക്ക് കെയർലെസ് ആയിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലാത്തൊരാളായിട്ട് നന്ദന എന്നെ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഇല്ല ആദർശേട്ടൻ എങ്ങനെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആദർശ്, ഹോട്ടലിലെത്തിയ എന്നെ ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് സ്വീകരിച്ചത്. രാത്രി അവൾ എനിക്കൊരു ജ്യൂസ് തന്നിരുന്നു. ഞാൻ പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് എണീക്കുന്നത്. അതിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം ഞാൻ മുംബൈ ബ്രാഞ്ചിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടി അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ആരായിരുന്നു? എന്തിനാണ് അവൾ എന്നെ സ്വീകരിച്ചതും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതും ആ ജ്യൂസ് കൊണ്ടുവന്നതുമെല്ലാം? അവൾ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് നന്ദുവിനോട് പറയണം. അപ്പോൾ നന്ദു ഇത് കേട്ട് ഞെട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചതി തന്നെയാണ് ആദർശേട്ടൻ ആ ഡീലിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ സ്വന്തമാക്കിയിട്ടേ വരുള്ളൂ എന്ന് അറിയാവുന്ന ജ്വല്ലർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് എനിക്കും അറിയാം മോളെ, പക്ഷേ അതിന് തെളിവ് വേണം. തെളിവുകളോടെ എനിക്ക് മുത്തശ്ശന് മുന്നിൽ ഹാജരായി ഇതെല്ലാം അവതരിപ്പിച്ച് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോളുടെ സഹായം ചോദിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, അതിനെന്താ ആദർശേട്ടാ, ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു രഹസ്യമായിട്ട് മുംബൈയിലെത്തി ആ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടെയുള്ള ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെ ഹോട്ടലിൽ നിന്ന് CCTV ക്യാമറ ഫുട്ടേജസ് എല്ലാം കളക്ട് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം ഓരോന്നും വിശദമായി നോക്കുമ്പോൾ ആദർശ് എത്തുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഗ്രീന അവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്നതെന്നും അതിനുശേഷം ആദർശിനെ സ്വീകരിക്കുന്നതും അതിനുശേഷം ആദർശ് ലിഫ്റ്റിൽ കയറി റൂമിലെത്തിയതിനു ശേഷം ആരെയോ മറഞ്ഞു നിന്ന് ഫോൺ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയുള്ള വിഷ്വൽസാണ്. കാരണം രാത്രിയാണ് ജ്യൂസ് കുടിച്ചതെന്ന് ആദർശ് പറഞ്ഞതുകൊണ്ട് നന്ദു ആ ഒരു രാത്രിയുള്ള വിഷ്വൽസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ കിച്ചണിൽ നിന്നും ഓർഡർ ചെയ്ത ജ്യൂസുമായിട്ട് വരുന്ന റൂം ബോയിനെ തടഞ്ഞു നിർത്തി പോക്കറ്റിൽ കുറച്ച് ക്യാഷ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ജ്യൂസ് ഗ്രീന വാങ്ങുന്നതും അതിനുശേഷം ഗ്രീനയുടെ റൂമിലേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള CCTV വിഷ്വൽസ് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ റൂമിൽ നമ്മൾ CCTV വെച്ചിട്ടുണ്ട് മാം, പക്ഷേ അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അത് നമ്മൾ നോക്കാറുള്ളൂ. കാരണം ഹാളിൽ മാത്രമാണ്, ബെഡ്റൂമിലൊന്നും ഇല്ല.
റൂമിനകത്തുള്ള ഹാളിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് ചോദിക്കണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ഇല്ലീഗലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാം അതങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പം മാമിന് അതൊക്കെ നോക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കണം. ശരി ശരി അത് കാണിക്കാൻ നന്ദു പറയണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗ്രീന് ജ്യൂസിനകത്തേക്ക് എന്തൊരു വെളുത്ത പൊടി കലർത്തുന്നതായിട്ട് ഉള്ള വിഷ്വൽസ് നമ്മുടെ നന്ദുവിന് അതിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അതോടുകൂടി നന്ദനയ്ക്ക് ഉറപ്പാവുകയാണ് ആദർശേട്ടൻ്റെ സംശയം ശരിയായിരുന്നുവെന്നും ചതിയിലൂടെയാണ് സ്റ്റാൻലി മാർട്ടിൻ കമ്പനി ആ ഒരു ഡീല് സ്വന്തമാക്കിയതെന്നും. അങ്ങനെ ഈ തെളിവുകളെല്ലാം ആദർശിൻ്റെ കയ്യിൽ നന്ദു വന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രീനെ ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി മുംബൈയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. മുംബൈയിലെ എയിൻ ജ്വല്ലറിയുടെ സ്റ്റാഫായിരുന്നു നമ്മുടെ ഗ്രീന. അപ്പോൾ ഗ്രീനേനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഗ്രീനയുടെ പിന്നിൽ ആരാണെന്ന് ചോദ്യം ചെയ്യുകയാണ് വിശദമായിട്ട്. അപ്പോഴാണ് അതിൻ്റെ പിന്നിൽ എയിൻ ജ്വല്ലറിയിലെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളാണെന്നും മനസ്സിലാവുന്നത്. നന്ദു ഈ വിവരം ആദർശിനെ അറിയിക്കുകയാണ്. നാഗേന്ദ്രൻ എന്ന പേര് കേട്ടതും ആദർശിന് മനസ്സിലായത് ആരാണെന്ന്. അങ്ങനെ നാഗേന്ദ്രനെ നേരിട്ട് ചെന്ന് നേരിടുകയാണ് നമ്മുടെ ആദർശ്. എന്നിട്ട് എല്ലാവരെയും ചേർത്ത് അനന്തപുരിയിലേക്ക് തിരിക്കുന്നു. മൂർത്തി മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് ചതിയിലൂടെയാണ് തനിക്ക് ആ ഡീല് കിട്ടാതെ പോയതെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ്. തൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ലെന്നും ചതിയിലൂടെയാണ് ഇതെല്ലാം നേടിയെടുത്തതെന്നുള്ള കാര്യം വ്യക്തമാക്കി ആദർശ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും തൻ്റെ പഴയ സ്ഥാനമാനങ്ങളെല്ലാം തിരിച്ച് നേടുകയും ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.